ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 3 അവാർഡുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അവാർഡുകളിൽ ഒന്നായ ഫിലിം ഫെയർ അവാർഡ് നടന്നത്. അതിൽ മമ്മൂട്ടിക്കായിരുന്നു മലയാളത്തിൽ നിന്നും മികച്ച നടനുള്ള അവാർഡ് ലഭ്യമായത്. മലയാള സിനിമകളുടെ പട്ടികയിൽ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടി തേടിയെത്തിയിരിക്കുന്നത്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭ്യമായിരിക്കുന്നത്. 15ാമത്തെ ഫിലിം ഫെയർ അവാർഡാണ് മമ്മൂട്ടിക്ക് ലഭ്യമായത്. അതേസമയം നൻപകൽ മയക്കം എന്ന സിനിമയിലെ പ്രകടനം തന്നെയാണ് ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് പട്ടികയിൽ നോമിനേഷൻ ലിസ്റ്റിൽ മമ്മൂട്ടിക്ക് ഇടം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഫൈനൽ റൗണ്ടിൽ തീപാറും പോരാട്ടമാണ് നിലവിൽ നടക്കുന്നത് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടി, ഋഷഭ് ഷെട്ടി എന്നിവരാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചതുപോലെ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ച താരങ്ങൾ. നാഷണൽ അവാർഡിനോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് കൂടി പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നാഷണൽ അവാർഡിൽ 2022 സെൻസർ ചെയ്യപ്പെട്ട സിനിമകളാണ് പരിഗണിക്കുന്നതെങ്കിൽ ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡിൽ കഴിഞ്ഞ വർഷം 2023 സെൻസർ ചെയ്യപ്പെട്ട സിനിമകളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വരിക. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്ക് ലഭ്യമായിരുന്നു. ഇപ്പോഴത്തെ ഈ വർഷവും മമ്മൂട്ടി നോമിനേഷൻ ലിസ്റ്റിലുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കാതൽ എന്ന ജിയോ ബേബി സംവിധാനം ചെയ്ത സിനിമയിലെ മമ്മൂട്ടിയുടെ അഭിനയ പ്രകടനത്തിനാണ് മികച്ച നടനുള്ള പട്ടികയിൽ നോമിനേഷൻ ലിസ്റ്റിൽ മമ്മൂട്ടി ഇടം നേടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ നോമിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ നോമിനേഷൻ കടുപ്പമേറിയതാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ആടുജീവിതം എന്ന സിനിമയിലെ പൃഥ്വിരാജിന്റെ പെർഫോമൻസിനോടാണ് ഇത്തവണ മമ്മൂട്ടിയുടെ കാതൽ എന്ന സിനിമയിലെ പെർഫോമൻസ് മത്സരിക്കുന്നത്. എന്തായാലും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ കേരള സ്റ്റേറ്റ് അവാർഡ്സ് എല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. ആടുജീവിതം എന്ന സിനിമ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണെങ്കിലും കഴിഞ്ഞ വർഷം 2023 സിനിമ സെൻസർ ചെയ്തത് കൊണ്ടാണ് ഈ വർഷത്തെ അവാർഡ് പട്ടികയിൽ നോമിനേഷൻ ലിസ്റ്റിൽ സിനിമ ഇടം നേടിയെടുക്കുന്നത് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. കാത്തിരിക്കൂ കൂടുതൽ അവാർഡ് വാർത്തകൾ കേട്ട്.